ഹായ് വിവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രതീക്ഷ. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത് സമ്പന്നതയിലേക്ക് എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യന് എങ്ങനെ സമ്പന്നനാകാം, അവൻ്റെ ഉള്ള വരുമാനം വെച്ചുകൊണ്ട് സേവ് ചെയ്തുകൊണ്ട് അവനെങ്ങനെ സമ്പന്നതയിലേക്ക് പോകാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതായത് നമ്മുടെ സമൂഹത്തിൽ 3 സെക്ഷൻ ആളുകളുണ്ട് അല്ലേ. ദരിദ്രരായ ആളുകളുണ്ട്, മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെടുന്നവരുണ്ട്, സമ്പന്നരുണ്ട്. ഈ ദരിദ്രരേക്കാൾ വേറൊരു വിഭാഗമുണ്ട്, അതിദരിദ്രരായ ആളുകളുമുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് ഒരു സാധാ മനുഷ്യന് സമ്പന്നതയിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ്. ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അവലോകനം തരികയാണ്. ഇപ്പോൾ ദരിദ്രരായ ഫാമിലി എന്ന് പറയുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവർക്ക് കിട്ടിയ വരുമാനത്തെ അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അവരുടേതായ ആവശ്യങ്ങൾ അവരുടേതായ രീതിയിൽ നടത്തിവിടും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അവരുടെ ഫാമിലിയിൽ ഒരു വിവാഹം വന്നു കഴിഞ്ഞാൽ ആ വിവാഹം അവരുടെ കയ്യിലുള്ള ഇൻകം ഉപയോഗിച്ച് മാക്സിമം അവർക്ക് നന്നാകുന്ന രീതിയിൽ നടത്തിവിടും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പറയുന്നത് മധ്യസ്ഥ ഫാമിലിയെ പറ്റിയാണ് ഞാൻ ഇനി പറയുന്നത്. മിഡിൽ ഫാമിലി, അതായത് മിഡിൽ ഫാമിലിയിലുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്? മിഡിൽ ഫാമിലിയിലുള്ള ആളുകൾ ചെയ്യുന്നത് ഉള്ള ഇൻകം ഉപയോഗിച്ചുകൊണ്ട് സമ്പന്നരെ പോലെ ആർഭാടമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി ഞാൻ പറയുന്നത് സമ്പന്നരെ പറ്റിയാണ്. സമ്പന്നർ എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിലുള്ള ഇൻകം ഉപയോഗിച്ച് മാക്സിമം നല്ല രീതിയിൽ അവരുടെ ജീവിതം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സമ്പന്നരുടേതായ രീതിയിൽ അവർ ചെയ്തു തീർക്കും എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് വേറെ സോഴ്സിലൂടെ വരുമാനം വരുന്നുമുണ്ട്. അവർക്ക് അവരുടേതായ സോഴ്സിലൂടെ വരുമാനം വരുമ്പോൾ, അതായത് സമ്പന്നർക്ക് സമ്പന്നരുടേതായ സോഴ്സിലൂടെ വരുമാനം വരുമ്പോൾ ആ വരുമാനം ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ പിന്നീടും അവർക്ക് ആ സോഴ്സിലൂടെ വരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമ്പന്നർ ഒരിക്കലും ദരിദ്രരായി മാറുന്നില്ല, അവർക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എനിക്ക് ഈ വീഡിയോയിൽ കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയെ പറ്റിയാണ്. മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോൾ അവർ സമ്പന്നരെ പോലെ ആകുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ഡ്രോബാക്സ്. മിഡിൽ ക്ലാസ് ഫാമിലി ചെയ്യേണ്ടത് കിട്ടുന്ന ഇൻകത്തെ കൂടുതൽ സുഖലോലുപതയ്ക്കായിട്ട് ചിലവഴിക്കാതെ അതിനെ നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് കൈകാര്യം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഉയർന്ന സ്ഥലങ്ങളിലേക്ക്, നല്ല പ്രഷ്യസായ സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുക, അവരുടെ മാരേജുകളെല്ലാം ആർഭാടമായി നടത്തുക, വില കൂടിയ കോസ്റ്റ്യൂംസുകൾ ധരിക്കുക, ഡ്രസ് ഐറ്റംസ് ആണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അധികം പണം ചിലവഴിക്കാത്ത രീതിയിൽ അവരുടെ മണി സേവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് പൈസ കൊടുത്തുകൊണ്ട് മണി എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മണി ചിലവഴിച്ചുകൊണ്ട് കൂടുതൽ സന്തോഷങ്ങൾ വിലക്ക് വാങ്ങാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 40,000 ആണെന്ന് വിചാരിക്കുക, 40,000 രൂപയാണെന്ന് വിചാരിക്കുക. നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെയും വിശ്വസിപ്പിക്കേണ്ടത് അത് 30,000 ആണെന്നാണ്. ഈ 30,000 നിങ്ങൾ എന്ത് ചെയ്യണം? ചിലവഴിക്കുക എന്നുള്ളതാണ്. 10,000 സേവ് ചെയ്യുക എന്നുള്ളതാണ്. ആ 10,000 നിങ്ങളുടെ സേവിങ്സിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ടും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും, അത് ദരിദ്രരാവട്ടെ, മിഡിൽ ക്ലാസ് ഫാമിലി ആവട്ടെ, സമ്പന്നരാകട്ടെ, ചെയ്യേണ്ട ഒരു കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സേവിങ്സ് പ്ലസ് എമർജൻസി ഫണ്ട് എന്നാണ് ചെയ്യേണ്ടത്. അതായത് സേവിങ്സും വേണം, എമർജൻസി ഫണ്ടും വേണം. ഇപ്പോൾ എമർജൻസി ഫണ്ട് എടുത്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എമർജൻ്റ് ആയിട്ടുള്ള കാര്യം വരുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരിക, എന്തെങ്കിലും സ്ഥലത്തേക്ക് പെട്ടെന്ന് യാത്ര പോവേണ്ടി വരിക, അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എമർജൻസി ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും വേണ്ടത് പാഷനേറ്റായ ജോലി ചെയ്തിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്തിട്ട്, കാരണം അങ്ങനത്തെ ജോലി ചെയ്യുമ്പോൾ സന്തോഷങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല. ആ പാഷനേറ്റായ ജോബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 2 ഡിവൈഡ് ചെയ്യുക. സേവിങ്സ് പ്ലസ് എമർജൻസി ഫണ്ട്. നിങ്ങൾക്ക് സേവിങ്സും വേണം, ഒരു എമർജൻസി ഫണ്ടും വേണം. ഈ ടെക്നിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും 6 മാസത്തോളം നിങ്ങൾ പരീക്ഷിക്കേണ്ടതാണ്. ഈ 6 മാസം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുകയും വീണ്ടും ഈ ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യും. സേവിങ്സ്, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം നിങ്ങൾ സേവ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? സേവിങ്സ് പ്ലസ് എമർജൻസി ഫണ്ട് എന്ന രീതിയിലേക്ക് ആക്കുക. ഏതൊരു മനുഷ്യനും സേവിങ്സ് അത്യാവശ്യമാണ്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.